രണ്ടിലേതിട്ടാലും നിനക്ക് ചേരത്തില്ലെന്ന് പറഞ്ഞ് അങ്ങേരായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ക്ലാസ് ലീഡറാണ് സാറിന് അന്വേഷിച്ച് വരുമ്പം ഇവർ ഒരുമിച്ച് ടൈ ഇടുന്നുണ്ട്. ഇവൻ എന്തുകൂടെ ഇവിടെ നടക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് അവൻ നോട്ട്സ് എടുക്കാൻ വന്നേന്ന് പറഞ്ഞ് ഒരു റിയാക്ഷനെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവിടെ ഗംഗങ് അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. ലൂഷ്യൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ ഭക്ഷണം ചോദിക്കും. അപ്പോഴാണ് അവളും ഇന്ന് പാരൻസ് മീറ്റിങ്ങിന് അവളുടെ അച്ഛനമ്മയെ വരത്തില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ അതിന് സന്തോഷമല്ലേന്ന് പറഞ്ഞ് ഇവള് ഭയങ്കര ലക്കിയാന്ന് പറയും. അപ്പോഴാണ് അവളും ഇപ്പൊ അതല്ല പ്രശ്നം, അവർക്ക് വരും ഇവളുടെ ആന്റി വരാൻ പോവാന്ന് പറഞ്ഞ് ഇവളുടെ മാർക്കൊക്കെ അറിയുവാണ് അവർക്ക് ഫുള്ള് നാണക്കേടാന്ന് പറയും. കാരണം അവര് വരുന്നതല്ലേ ഇവൾക്ക് പ്രശ്നം, ഇവളുടെ മാർക്ക് കണ്ട് അവര് നാണം കെട്ട് പോകുന്ന അവള് വിഷമിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ലൂഷ്യൻ ഹേയും അവൻ ഈ പാരന്റ്സ് മീറ്റിങ്ങിന് ആരെയും വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഇന്നലെ അവന്റെ അച്ഛനായിട്ട് ഫുള്ള് മഴക്കാരെന്ന് പറയും. ഒരേശ് ഇവൻ ഇവിടെ നിന്നെല്ലാം പോയ ഇവനെ കുറെ മിസ് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവളാണ് പേടിച്ചിട്ട് ഇവനും എല്ലാം മരിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവള് കുറെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇവളോട് സ്കൂൾ മാറാൻ പോകുന്ന കാര്യം പറയുന്നത്. അങ്ങനെ ഇവൻ ഇഷ്ടപ്പെട്ട പോലെ പടം വരയ്ക്കുന്നുണ്ട് അവൻ ആർട്ട് സ്കൂളിൽ ചേരാൻ പോകാന്ന് പറയുമ്പം ഇത് കേട്ട് അവളും എങ്കിൽ പിന്നെ ഇവന്റെ അച്ഛൻ ഇവനടിച്ച് കൊല്ലത്തിലും ജയിക്കും. അപ്പോഴാണ് അവനും ആര് വിചാരിച്ചെന്തുവാ അവൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ അവന് തീരുമാനമുണ്ടെന്ന് അവൻ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന മാക്സ് സാറും ഇവനൊരു നോട്ടമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഗംഗങ്ങും സങ്ഡങ് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് അവൾക്കൊരു ഐഡിയ കിട്ടുന്നത്. അതായത് ഇവളുടെ തൊട്ടടുത്ത് യൂഹേ ഉള്ളതുകൊണ്ട് അവന്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തായിരിക്കും പാരന്റ്സ് ഒക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവനുണ്ടെങ്കിൽ ഇവൾക്ക് നാണക്കേടാ. അതുകൊണ്ട് ഇവളുടെ കൂട്ടുകാരി സങ്ഡങ്ങിനെ പിടിച്ച് അടുത്തിരുത്തിയ പിന്നെ രണ്ടുപേരും സെയിം ലെവൽ ആയതുകൊണ്ട് വലിയ നാണക്കേട് കാണത്തില്ലെന്ന് ഇപ്പൊ ഇവളാണ് പ്ലാൻ ചെയ്തിട്ട് നേരെ ഹങ്ഷിന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടേക്ക് ക്ലാസ് ലീഡറാണ് നിങ്ങൾ ആരെയൊക്കെ ബീറ്റയെ കണ്ടോന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് അവളെ കാണല്ലെന്ന് ഇവൻ തിരക്കൊണ്ടിരിക്കും. ഇതേ സമയം അവള് ഒരു അച്ഛനെ കിട്ടാത്തത് കുറെ ആൾക്കാരൊക്കെ ഇവള് ചന്തയിൽ ചെന്ന് അന്വേഷിച്ചോണ്ടിരിക്കും. ഒരു മട്ടൻ കടയിൽ ചെന്നിട്ട് അവളാണ് ഇങ്ങേരെ അച്ഛനായിട്ട് കാണുമ്പോ ചെറിയൊരു വിശ്വാസമൊക്കെ വരുമെന്ന് പറഞ്ഞ് ഇവള് പെട്ടെന്ന് പൈസ എടുത്തിട്ട് ഇന്നൊരു ദിവസം മാത്രം അച്ഛനാകാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം ഗംഗങ്ങും അവളുടെ ആന്റിയെ ചെന്ന് വിളിച്ചിട്ട് ഇവള് നേരെ സങ്ഡങ്ങിന്റെ അടുത്തുള്ള സീറ്റിലേക്ക് വിളിച്ചോണ്ട് പോകും. അപ്പോഴാണ് ഇവള് നോക്കുമ്പോ അവിടെ അവൾക്ക് വരാം യൂഹയുടെ പേര് എഴുതിയിട്ടേക്കും. അതുകൊണ്ട് അവളാണ് ഷോക്കായിട്ട് ഇതെപ്പോഴാണ് സംഭവിച്ചെന്ന് അവള് ഞെട്ടിയിരിക്കുമ്പോൾ അവിടേക്ക് യൂഹയും ഇവളെ പോലെ തന്നെ ഹങ്ഷുന്റെ അടുത്ത് അവന്റെ സീറ്റിൽ നിന്ന് കാണിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് കുറച്ച് സമയം മുമ്പ് എന്തോ സംഭവിച്ചെന്ന് കാണിക്കുന്നത്. ഇവിടെ യൂഹയുടെ അമ്മയ്ക്ക് അവൻ പെമ്പിള്ളാർ അടുത്തിരിക്കുന്ന അവർക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ അവനും അവളുടെ കൂട്ടുകാരോട് ചെന്ന് ഇവന്റെ സീറ്റിലേക്ക് മാറാൻ പറ്റുമെന്ന് ചോദിച്ചാണ്. അങ്ങനെ അതേപോലെ ഗംഗങ്ങും ഹങ്ഷിനോടും ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർ രണ്ടുപേരും വീണ്ടും തൊട്ടടുത്തിരിക്കുന്ന പോലെ ഒരവസ്ഥയാണ് നടക്കുന്നത്. അങ്ങനെ അതിനുശേഷം യൂഹയുടെ അമ്മയാണ് ഇവളെ ഇവന്റെ ഡെസ്ക് മേറ്റ് എന്ന് അറിഞ്ഞിട്ട് ആ പേരും വീട്ടിൽ വെച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ച് ഒരു പയ്യന്റെ പേരാന്ന്. എന്നിന് ഇവര് ചോദിക്കുമ്പോ തന്നെ യൂഹയും അവൻ നേരത്തെ വീട്ടിൽ പോകാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് അറിയാതെ ഇവർ രണ്ടുപേരും കൂടെ ക്ലാസ് ടീച്ചറിനെ കാണുമ്പോ സാറിന്റെ കോലോ കണ്ടിട്ട് അവർക്ക് ചിരി വരും. ഇതേ സമയം ബീറ്റ് അവസാനം ആ കടക്കാരനെ തന്നെ അവളുടെ അച്ഛനായിട്ട് വിളിച്ചോണ്ടെന്നോണ്ടിരിക്കും. അതിനുശേഷം ഇവളെ ഗംഗങ്ങാണ് യൂഹയോട് ഇവളോട് പോലും പറയാതെ ഇവ സീറ്റ് മാറാൻ നോക്കിയോന്ന് ചോദിക്കുമ്പം അതേപോലെ തന്നെ അവനും ഇവനോട് പറയാതല്ലേ ഇവളും സീറ്റ് മാറിയെന്ന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അവിടേക്ക് വരുന്ന ബീറ്റയും അവളുടെ അച്ഛനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അങ്ങേരോട് എന്തേലൊക്കെ നോർമലായിട്ട് സംസാരിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അയാളും ക്യാരക്ടർ അനുസരിച്ച് ഇവരൊക്കെ നല്ലോണം പഠിക്കണം എന്നാലേ ഫ്യൂച്ചറിൽ നല്ല പന്നിക്കറി പോലെ സ്ട്രോങ് ആയിട്ടിരിക്കത്തുള്ളൂ. എന്നിട്ട് ഇയാൾ ഇവിടെ നിന്ന് പീസിനെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവളാണ് പേടിച്ചിട്ട് മതി അച്ഛാ നമുക്ക് മീറ്റിങ്ങിനുള്ള സമയമായി എന്നിട്ട് അങ്ങേരെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറിച്ചില്ലും. അതിനേശം ഇവൾ ഇങ്ങനെ അകത്തേക്ക് വിളിച്ചോണ്ടിട്ട് ഇനി ഇതേപോലെ കൂടുതലും സംസാരിക്കണ്ട, സൈലന്റ് ആയിട്ട് സാറുമാരെല്ലാം ചോദിക്കുവാണ് അതിന് മാത്രം ഉത്തരം പറഞ്ഞിട്ട് അങ്ങ് മിണ്ടായിരുന്നാണ്. എന്നിട്ട് ഇവളും പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങേരാണ് അതൊക്കെ നോക്കിക്കോളാം പറഞ്ഞ് ഇവളെ സമാനപ്പെടാൻ പറയും. അങ്ങനെ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ അകത്തടക്കുമ്പം ഇവിടെ യൂഹയും ഗംഗും കൂടെ അവർ രാത്രി വരെ പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇവന് ഫിസിക്സ് ആണോ അല്ല ബാസ്കറ്റ് ബോൾ ആണോ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവന് ഫിസിക്സ് ചൂസ് ചെയ്യും. കാരണം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിക്കൊക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളെന്ന് അവൻ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവളും പഠിച്ചാലൊന്നും വലിയ കാര്യമില്ലെന്ന് അവൾ തിരിച്ച് ഇവനോട് പറയുമ്പം ഇത് കേട്ട് അവനാണ് ഒരേശം ലൂഷ്യൻ ഹെഡോടെ കറങ്ങി ഇവളുടെ ചിന്ത ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിക്കും. കൂടാതെ പഠിച്ച് നല്ലോണം മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, ഇവ വീട്ടിൽ അമ്മയുടെ ഫ്രണ്ട് ഷോയെ കാണിക്കുന്ന പറഞ്ഞ് ഇപ്പൊ ഇവളുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അവിടേക്ക് ഇരുന്ന് ബീറ്റാണ് ഇവർ രണ്ടുപേരും ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് രണ്ടുപേരും തമ്മിൽ എന്തോ സംസാരം പോകുന്നുണ്ട് അവളൊന്ന് ഡിസ്റ്റർബ് ആയെന്ന് ചോദിക്കുമ്പം ഇവർ അങ്ങനെ നല്ലെന്ന് പറഞ്ഞ് ഇവൾ ഇതുവരെ വീട്ടിൽ പോയില്ലെന്ന് ചോദിക്കും. ഒരു ഇവളുടെ അച്ഛന് വേണ്ടി കാത്തിരിക്കണമെന്ന് ചോദിക്കുമ്പം അത് കേട്ട് ബീറ്റും അങ്ങേരെ അച്ഛനൊന്നുമില്ല അയാളെ ചന്തയെന്ന് ഇന്നത്തേക്ക് പൈസ കൊടുത്ത് വിളിച്ചോണെന്ന് പറയും. ഇത് കേട്ട് ഇവർ രണ്ടൊരു ഷോക്കായിട്ട് ചുമ്മാതല്ല അയാൾ വന്നപ്പോഴേ മട്ടനും പന്നിന്നൊക്കെ സംസാരിച്ചോണ്ടിരുന്നത്, ഞങ്ങൾ വിചാരിച്ച അയാളല്ലേ സർജറി ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും പറയുമ്പോൾ തന്നെ അവളും പാരന്റ്സ് മീറ്റിംഗ് തീരെയുള്ള സമയമെന്ന് പറഞ്ഞ്
അവൾ അകത്തേക്ക് ഓടി ചെല്ലും. പക്ഷെ ഇവർക്കാണ് ബീറ്റ് ഇങ്ങനെ ധൈര്യത്തിൽ വിളിച്ചോണ്ടെന്ന് കണ്ട് അവർ ഷോക്കായിരിക്കുക. അങ്ങനെ അതിനുശേഷം ഇവരുടെ ക്ലാസ് ടീച്ചറാണ് എല്ലാവരോടും സ്പീച്ചൊക്കെ കൊടുത്തിട്ട് പിള്ളേർ മാത്രം പഠിച്ചാൽ പോരാ, അവരുടെ കൂടെ നമ്മളും വളർന്നെന്നാലേ നമുക്ക് അവരെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സാർ എല്ലാവർക്കും അഡ്വൈസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം വരെ ഈ സ്പീച്ച് എല്ലാം കേട്ടിട്ട് ബീറ്റ് വിളിച്ചോണ്ടെന്ന് അങ്ങേരാണ് പെടുന്ന ചാടി എഴുന്നേറ്റ് അയാൾക്ക് 2-3 വാക്കുകൾ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഈ സ്കൂളിന്റെ അന്തരീക്ഷവും സാറുമാരുടെ സംസാരം എല്ലാം കേട്ട് അങ്ങേര് മൊത്തത്തിൽ ഇംപ്രസ് ആയി പോയി പറയും. അങ്ങനെ ഇവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര പാടായിരിക്കുമല്ലോ. ഒരു പന്നിക്കറി നമ്മൾ വെട്ടാൻ എത്ര കഷ്ടപ്പെടും, അതേപോലെ തന്നെയാ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത് അല്ലേ എന്ന് ഇങ്ങേര് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടി ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങും. പക്ഷെ അങ്ങേരാണ് അതിൽ നിർത്താതെ ഓരോ പീസായിട്ട് കട്ട് ചെയ്യുന്നതും അതെടുത്ത് മസാല ഇടുന്നെന്ന് പറഞ്ഞ് കുറെ സ്പീച്ചൊക്കെ ഇങ്ങനെ കൊടുക്കും. അതോടെ സാറും കുറച്ച് നാണം കിട്ടിട്ട് ഇങ്ങേര് ഇത് എന്തോ സംസാരിക്കുന്നതെന്ന് കുറച്ച് ചമ്മലോട് ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. അതിനുശേഷം പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞ് ബീറ്റയാണ് അങ്ങേരോട് എന്തിനാ സ്പീച്ചൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കുമ്പോൾ അയാൾ സ്കൂളിൽ വന്നതിന് ശേഷം കുറെ കാര്യം മനസ്സിലാക്കി എന്നറിയും. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൂളിൽ തന്നെ വന്ന് ചേർക്കുമെന്ന് ഇവളോട് പറയുമ്പോഴാണ് അവൾ എന്തെങ്കിലും ചെയ്ത സഹായത്തിനൊക്കെ നന്ദി എന്ന് പറഞ്ഞ് ഇങ്ങേറെ പൈസ കൊടുത്ത് പറഞ്ഞേക്കും. അതേസമയം യൂഹയും അവന്റെ അമ്മയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവരാണ് ക്ലാസ് ടീച്ചറിന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ സീറ്റ് ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് ചോദിക്കും. കാരണം അവന്റെ അടുത്തിരിക്കുന്ന ഒരു പയ്യനാന്ന് ആ വീട്ടിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇവന്റെ അമ്മയും അവൻ പഴയ സ്കൂളിൽ ഒരു പെങ്കൊച്ചിന്റെ അടുത്തിരുന്ന് അവന്റെ മാർക്കൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ പറയാൻ വരുമ്പം പെട്ടെന്ന് അവനാണ് ദേഷ്യത്തി അവന്റെ അമ്മയെ അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അപ്പോഴാണ് ഇതേക്കുന്ന സാറും ഇവര് പറയാനുള്ള ഉദ്ദേശമെല്ലാം മനസ്സിലായി. പക്ഷെ അവന്റെ അടുത്തിരിക്കുന്ന ഗംഗങ്ങായതുകൊണ്ട് അതിലൊരു പ്രശ്നമില്ലെന്ന് പറയും. ഇതോടെ ബീറ്റയാണ് അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് സാർ ഇത് കണ്ടിട്ട് ഗംഗങ് ഇവിടെ ഉണ്ടായിരുന്നോ മോളെ, ഞാൻ നിന്നെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ഗംഗങ് യൂഹയും ഒരുമിച്ചിരിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം ഒരു ക്ലാസ് ടീച്ചറായിട്ട് ഞാൻ അവരെപ്പോഴും ഗൈഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല മാം, നമുക്ക് പിള്ളേരെ വിശ്വസിക്കാം. ഇതിന് സാർ പറയുമ്പം ഇത് കേട്ട് അവന്റെ അമ്മയാണ് എന്തായാലും സാറ് പറഞ്ഞതിന് താങ്ക്സ്, പക്ഷെ നമുക്ക് പിന്നീട് ദിവസം സംസാരിക്കാം. കാരണം എനിക്ക് ഇവിടെ വെച്ച് ഞാൻ പറയാനുള്ള കാരണമൊന്നും സാറിനോട് പറയാൻ പറ്റത്തില്ല. എന്നിന് സാറിനോട് സംസാരിച്ചിട്ട് അവന്റെ അമ്മയാണ് ഗംഗങ്ങിന്റെ അടുത്തിരിക്കുന്നുണ്ടെന്നല്ല പ്രശ്നം, അത് വേറെ കാരണം ഉണ്ടെന്ന് പറഞ്ഞ് ഇവളിത് കേട്ട് വിഷമിക്കലെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം മഴയത്ത് യൂഹി അവന്റെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇവൻ അവന്റെ അമ്മയോട് ദേഷ്യത്തി അവൻ ആ മഴ നനഞ്ഞോണ്ട് വീട്ടിലേക്ക് കയറി വരും. അപ്പോഴാണ് ഇത് കണ്ട് അവരാണ് ഇവനോട് കുറച്ച് കാര്യം സംസാരിക്കണം എന്ന് പറയുമ്പോൾ അവനും ദേഷ്യത്തി ഇവർക്ക് എന്തോ പറയാനുള്ള ചോദിക്കും. അപ്പോഴാണ് അവന്റെ അമ്മയും ആ പെങ്കൊച്ച് അവിടെ ഉള്ളതൊന്നും കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ നല്ലതിന് വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും. അപ്പോഴാണ് അവനും എന്റെ നല്ലതിന് വേണ്ടിയോ, അമ്മയ്ക്ക് എന്നെ ഒട്ടും തന്നെ വിശ്വാസമില്ല. കുറച്ച് ദിവസം മുമ്പ് എന്റെ കൂട്ടുകാർ ഷൗമയെ വിളിച്ചിട്ട് നിങ്ങൾ ഞാൻ വല്ല പെമ്പിള്ളേരോട് കറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് വെറുപ്പിക്കാതിരിക്കാവോ എന്നിന് അവനും പറയുമ്പം ഇവന്റെ അമ്മയാണ് ഇവനെ വെറുപ്പിക്കുവാണെന്ന് പറഞ്ഞ് ഇവന് വേണ്ടിയല്ലേ അച്ഛനമ്മയും കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞ് അവരുടെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അച്ഛൻ ആഫ്രിക്ക ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്നെല്ലാം ഇവന്റെ ഫ്യൂച്ചറിന് വേണ്ടിയല്ലെന്ന് പറഞ്ഞ് ഇവര് സങ്കടത്തി മുമ്പത്തെ സ്കൂളിൽ ആ പെങ്കൊച്ച് ചെന്റെ കൂടെ നടന്നേക്കാലേച്ച് ഇവരത്രമാത്രം പേടിച്ചെന്നറിയാൻ ചോദിക്കും. അങ്ങനെ ആ കാര്യമൊക്കെ ഇവന്റെ അച്ഛൻ അറിഞ്ഞിട്ടും ഇവനോടും ചോദിക്കാതിരുന്നത് അദ്ദേഹത്തിന് സങ്കടമൊന്നും ഇല്ലാത്തോണ്ടല്ല, ഇവനെ ഒന്ന് വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിൽ തന്നെ വെച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയുമ്പോ തന്നെ അവനും തിരിച്ചൊന്നും പറയാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിന്റെ അടുത്ത ദിവസം ഇവിടെ ഗംഗങ്ങാണ് സ്വപ്നം കാണും യൂഹയിനെ തൊട്ട് ഇവളുടെ അടുത്ത് ഇരിക്കാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് അവളും ഈ ബിൽഡിങ്ങിൽ നിന്ന് എടുത്ത് ചാടാൻ പോകുന്ന അവനോട് പറഞ്ഞോണ്ടിരിക്കുമ്പം താഴെ നിന്ന് കുറെ പെമ്പിള്ളേരെല്ലാം നീ ചാട് മോളെന്ന് പറഞ്ഞ് അവരൊക്കെ വെയിറ്റ് ചെയ്ത് മടുത്തോയെന്ന് പറയും. അങ്ങനെ ഇത് കേൾക്കുന്ന ഗംഗങ്ങും ഇവരൊക്കെ ആരാന്ന് അവനോട് ചോദിക്കുമ്പം അവനും കുറച്ച് ഷോയെ കാണിച്ചിട്ട് ഇതിനും ഇവളെ പോലെ അവന്റെ കൂടെ ഡെസ്ക് മേറ്റ് ആയിരുന്നു മരിച്ചോരാന്ന് പറയും. അതുകൊണ്ട് ഇവള് പോയ അടുത്ത ആളെ സെറ്റാക്കുമെന്ന് പറയുമ്പം പെട്ടെന്ന് അവള് സങ്കടത്തി ആ ബിൽഡിങ്ങിൽ നിന്ന് അങ്ങ് എടുത്തു ചാടും. ഇവരാണ് അറിയാൻ വരുന്നത് ഇവള് കട്ടിൽ കടന്ന് ഉരുണ്ട് കളിച്ചാന്ന്. അങ്ങനെ ആ ഒരു ദിവസത്തോടെ ഇവള് സ്റ്റാർട്ട് ചെയ്യുമ്പം സ്കൂളിൽ വെച്ച് എല്ലാരും കൂടെ ഇപ്പൊ ഗംഗങ്ങിന്റെ വിഷയം അറിയും. ഇന്നലെ സാറ് യൂഹയുടെ കാര്യം പറഞ്ഞ് ഇവളെ കളിയാക്കിയത്. അതുകൊണ്ട് അവളും ബീറ്റ് ചെയ്ത് നോക്കി ഇതൊക്കെ ഇവളല്ലേ പാര വെച്ചേന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ക്ലാസ് ലീഡറാണ് ഇന്നലെ ബീറ്റയുടെ അച്ഛൻ എന്ന് പറഞ്ഞത് വല്ല ചന്തേ ജോലി ചെയ്യുന്ന ആളാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതങ്ങനെ ഇവനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പം അവനും പറഞ്ഞു കൊടുക്കും ഇവന് മാത്രമല്ല സാറിന് മനസ്സിലായി അത് അവളുടെ അച്ഛനൊന്നല്ലെന്ന്. അതുകൊണ്ട് മിക്കവാറും ഇവള് പൊക്കാനാ ചാൻസ് എന്ന് പറയുമ്പം അവൾ ഇവിടെ മൊത്തത്തിൽ പെട്ടുപോയി. അതിനുശേഷം അവളും സാറിനെ കാണുമ്പോഴൊക്കെ നൈസിന് മുങ്ങാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോഴാണ് ലാബിൽ വെച്ച് സാറും ബീറ്റ് അവിടെ ഇല്ലാത്തോണ്ട് അവളെ കുറിച്ച് തിരക്കുമ്പം ക്ലാസ് ലീഡറാണ് അവൾ വയറുവേനെന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോയെന്ന് പറയും. കൂടാതെ അവൾ ഇല്ലാത്തോണ്ട് ഇവൻ ഒറ്റയ്ക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പം പെട്ടെന്ന് ഗംഗങ്ങാണ് യൂഹയുടെ അടുത്തിരിക്കാൻ മടിച്ചിട്ട് അവൾ ചെന്ന് അവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയും. കാരണം ഇതിനു മുമ്പ് ഒരു പെങ്കൊച്ച് ഇവന്റെ അടുത്ത് ഇരുന്നൊക്കെ അവന്റെ അമ്മ സംസാരിച്ചിട്ട് പോയായിരുന്നു. അങ്ങനെ അതോർത്ത് ഇവളും ജലസായിരിക്കുമ്പം സാറാണ് യൂഹയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞേക്കും. അതിനുശേഷം ക്ലാസ്സിൽ വെച്ച് ബീറ്റയാണ് ഗംഗങ്ങിനോട് ഇവൾ ഇനിയും ക്ലാസ്സിൽ ഇരിക്കുവാണ് സാറും എല്ലാം കാണുമെന്ന് പറഞ്ഞ് ഇന്നത്തെ ക്ലീനിങ് അവളെ ചെയ്യാൻ വേണ്ടിയും ചോദിക്കും. അപ്പോഴാണ് ഗംഗങ്ങും ഇനിയും സാറിനെ കണ്ട് പേടിച്ചിരിക്കണമെന്ന് പറഞ്ഞ് അവളും ബീറ്റക്കാരും ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കാണുന്ന യൂഹയും അവനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പം ഇവൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവനെ തടഞ്ഞിർത്തുമ്പം ഇവന്റെ കൈയാണ് വേദന എടുക്കും. അതിനുശേഷം അവളും ഇവന്റെ കൈക്കെല്ലാം പറ്റിയ
പറ്റുമെന്ന് പറഞ്ഞ് ബാൻഡേജ് ഇടാൻ വേണ്ടി പോകുമ്പം അവനാണ് ഇന്നലെ എന്തോ സംഭവിച്ചതെന്ന് ഇവളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരും. അപ്പോഴാണ് അവിടേക്കൊന്ന് ഷൗമയും ഭാഗ്യത്തിന് നിന്റെ അടുത്ത് ഗംഗം ഇരുന്ന്, മറ്റേ ചെൻവല്ല ഇപ്പോഴും നിന്റെ അടുത്തിരുന്നെങ്കിൽ നിന്റെ അമ്മ നിന്നെ അടിച്ച് കൊന്നേനെ എന്ന് ഇവനും പറയുമ്പോ തന്നെ ഗംഗം ദേഷ്യത്തി യൂഹയെ വേദനിപ്പിക്കും. അതോടെ അവനും ഇവളെന്നല്ല അസൂയില്ലെന്ന് മനസ്സിലാക്കി അവന് ഫുൾ ക്ലീൻ ചെയ്യാന്ന് പറയുമ്പം അവൾ ഒരു സായം ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവന്മാർ രണ്ടുപേരും പറഞ്ഞേക്കും. എന്നിട്ട് പുറത്ത് വെച്ച് ഇവനും നിനക്ക് ചെന്നിനെ കുറിച്ച് അവളോട് തന്നെ സംസാരിക്കണമെന്ന് ഷൗമിയോട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഗംഗങ്ങാണ് യൂഹയെ കുറിച്ച് അറിയാൻ വേണ്ടി നേരെ ഷൗമിയുടെ ക്ലാസ്സിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇത് കാണുന്ന ലൂഷ്യൻഹെ ആണ് ഇവളിവിടെ എന്തോ ചെയ്യുന്ന നോക്കിക്കൊണ്ടിരിക്കുമ്പം അതേസമയം അവള് ഷൗമയോട് യൂഹയുടെ മുമ്പത്തെ ഡെസ്ക് മേറ്റ് ആ ചെന്നാരാന്ന് ഇവളിപ്പോ ചോദിക്കാൻ നോക്കും. അതോടെ അവനാണ് പേടിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞ യൂഹ എന്നെ കൊല്ലും മിക്കാറും, ഞാനൊന്നും ഭാരവയ്ക്കത്തില്ല, എന്നാലും നീ പേടിക്കുന്ന അനുസരിച്ച് അവർ തമ്മിൽ പ്രണയമൊന്നുമില്ല, അതുകൊണ്ട് നീ ചുമ്മാ റിലാക്സ് ആയിട്ട് പോയി ക്ലാസ് ചെയ്തി എന്ന് ഇവനും പറയുമ്പോ തന്നെ അവളാണ് ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടെന്ന് അവൾക്ക് ആലോചിക്കാൻ തോന്നിയെന്നറിയും. അപ്പോഴാണ് അവനും എനിക്ക് എന്റെ ഫ്രണ്ടിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല, പക്ഷേ ഉച്ചയ്ക്ക് എനിക്കൊരു സഹായം വേണം, അതുകൊണ്ട് നീ എന്റെ കൂടെ വരുവാണ്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്ന് ഇവളെ കൂട്ടിനെ വിളിക്കുമ്പം അവനും ഇവന്റെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഇവൾ കാണിച്ചു കൊടുക്കും യൂഹയുടെ തൊട്ടടുത്തിരിക്കുന്ന ചെന്നെന്ന്. അങ്ങനെ അവൾ ആദ്യം സ്കൂൾ മാറി ഇവരുടെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവൾക്ക് ഗേൾസുമായിട്ട് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു, കാരണം ഇവൾ കുറെ അധികം സംസാരിക്കും. പക്ഷെ അവരൊക്കെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇവർക്കൊക്കെ ഇവളൊരു ശല്യമായിട്ട് മാറും. കാരണം ഇവൾ ചുമ്മാ സംസാരിക്കുക മാത്രമല്ലാതെ അവൾ എല്ലാ സമയത്തും ഓരോ കോപ്പറങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആരും അടുത്തിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇവൾ എവിടെ എഴുത്തണമെന്ന് പറഞ്ഞ് സാറിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് യൂഹ ആയിരിക്കും അവന്റെ അടുത്തിരുന്ന് അവനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുന്നത്. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.